മലയോര രാഷ്ട്രീയവും കുടിയേറ്റ കർഷകരുടെ നിലപാടുകളും വിധി നിശ്ചയിക്കുന്ന കണ്ണൂരിലെ കരുത്തുറ്റ മണ്ഡലം പേരാവൂർ. 1977 രൂപീകൃതമായതു മുതൽ പേരാവൂർ കൂടുതൽ തവണയും നിന്നത് വലതിനൊപ്പമാണ്. ഇരിട്ടി മുനിസിപ്പാലിറ്റിയും ആറളം, അയ്യങ്കുന്ന്, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ, മുഴക്കുന്ന്, പായം, പേരാവൂർ പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് പേരാവൂർ നിയമസഭാ മണ്ഡലം. 1977 മുതൽ 1991 വരെ കോൺഗ്രസിൻ്റെ KP നൂറുദ്ദീൻ ആയിരുന്നു പേരാവൂരുകാരുടെ MLA. 1996 കോൺഗ്രസ് എസിൻ്റെ KT കുഞ്ഞഹമ്മദിലൂടെയാണ് LDF മണ്ഡലം ആദ്യമായി സ്വന്തമാക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത ടൈമിൽ 2001 AD മുസ്തഫയിലൂടെ വീണ്ടും മണ്ഡലം UDFൻ്റെ കൈകളിലെത്തി. 2006 കോൺഗ്രസിനെ അട്ടിമറിച്ച് പേരാവൂർ KK ശൈലജ പിടിച്ചടക്കിയത്. 9099 വോട്ടുകൾക്കാണ് AD മുസ്തഫയെ ശൈലജ പരാജയപ്പെടുത്തിയത്. മണ്ഡലം രൂപീകൃതമായതിനു ശേഷം LDF നേടിയ ഏറ്റവും വലിയ വിജയവും അതായിരുന്നു. പിന്നീട് 2011 സിറ്റിംഗ് MLA ആയിരുന്ന KK ശൈലജയെ തറപറ്റിച്ച് സണ്ണി ജോസഫ് പേരാവൂർ വിജയയാത്ര ആരംഭിച്ചു. നിയമസഭയിലേക്ക് 5 തവണ മത്സരിച്ച ശൈലജ ആ ഒരൊറ്റ തവണ മാത്രമാണ് തോൽക്കുന്നതും. ഇടതു തരംഗം ആഞ്ഞടിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും സണ്ണി ജോസഫിനെ കൈവിടാൻ പേരാവൂർ തയ്യാറായിരുന്നില്ല. 15 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വീണ്ടും മത്സരത്തിനെത്തുമ്പോൾ സണ്ണി ജോസഫ് നിലവിൽ KPCC പ്രസിഡന്റും KK ശൈലജ ഒന്നാം പിണറായി സർക്കാരിൽ മികച്ച മന്ത്രിയായി പ്രവർത്തിച്ച വലിയ ജനസമ്മിതിയുള്ള CPMൻ്റെ കരുത്തുറ്റ മുഖങ്ങളിലൊരാളുമാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ KK ശൈലജ നേടിയത്. 60,963 വോട്ടുകളാണ് അന്ന് ശൈലജയ്ക്ക് ലഭിച്ചത്. ആ ഉറപ്പാണ് ഒരിക്കൽ കൈവിട്ട മണ്ഡലത്തെ ശൈലജയിലൂടെ തന്നെ തിരിച്ചുപിടിക്കാമെന്നുള്ള CPMൻ്റെ കണക്കുകൂട്ടലിന് പിന്നിൽ. 2021 കഷ്ടി വിജയം നേടിയ സണ്ണി ജോസഫ് ഇക്കുറി ശൈലജയോട് പരാജയപ്പെടുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. 1.5 പതിറ്റാണ്ടിനപ്പുറം സണ്ണി ജോസഫും ശൈലജയും വീണ്ടും നേർക്കുനേർ വരുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാവുകയാണ് പേരാവൂർ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel near Kannur Airport, Mattannur.